കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ബേക്കൽ മുതൽ കൊച്ചി വരെയുള്ള തീരക്കടലിൽ എണ്ണപ്പാട ഭീഷണിയെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. കത്തുന്ന കപ്പലിൽ നിന്ന് 20,000 MT ഫർണസ് ഓയിൽ കടലിൽ പകരാൻ സാധ്യതയെന്നും കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരത് ലാൽ ചേരുകയാണ് വിവരങ്ങളുമായി. ശരത് ലാൽ, ഇത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം കടലിൽ പരിസ്ഥിതിയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? ലക്ഷ്മി, കേന്ദ്ര സർക്കാരിന്റെ സയൻസ് വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും യോജിച്ചുള്ള സംരംഭമായ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് ആണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബേക്കൽ മുതൽ കൊച്ചി വരെയുള്ള തീരക്കടലിൽ എണ്ണപ്പാട പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിലൂടെ ഈ ഇൻകോസിസ് നൽകിയിരിക്കുന്നത്. ഇൻകോസിന്റെ മുന്നറിയിപ്പ് പ്രകാരം എണ്ണ മാത്രമല്ല, എണ്ണയോടൊപ്പമുള്ള അനുബന്ധമായ ഡീസലും അടക്കം പകരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കപ്പൽ മുഴുവനായി കത്തിത്തീരുകയാണെങ്കിൽ ഈ ഭീഷണി അല്പം കുറയുമെന്നും ഒരു സൂചന ഈ വരികൾക്കിടയിലുണ്ട്. എന്നാലും കപ്പൽ മുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ കപ്പൽ എഞ്ചിൻ റൂമിലേക്ക് തീ പടരുകയാണെങ്കിൽ ഈ എണ്ണ പൂർണ്ണമായിട്ടും കടലിൽ പതിക്കും. ഈ എണ്ണപ്പാട, അതായത് കടലൊഴുക്കിന്റെ ഭാഗമായി ഈ ബേക്കൽ മെതയിലെ കൊച്ചി വരെയുള്ള തീരങ്ങളിലേക്ക് എണ്ണപ്പാട വ്യാപിക്കാൻ 3 കിലോമീറ്റർ ഓളം വീതിയിൽ എണ്ണപ്പാട പരക്കുമെന്നതാണ് വളരെ ആശങ്കാജനകമെന്നാണ് ഉദ്യോഗസ്ഥരും സയന്റിസ്റ്റും ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഇന്നലെ രാത്രിയോടെ തന്നെ സംസ്ഥാന സർക്കാരിനും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഈ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 11 മണി തൊട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലക്ഷ്മി, വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനം പുറത്തിറക്കുക. ഇത് മറൈൻടൈം അതോറിറ്റിയും അതുപോലെ ഷിപ്പിംഗ് മന്ത്രാലയവും ഈ മുന്നറിയിപ്പ് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി, കേരളം അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണ്. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നു. എണ്ണപ്പാട ഭീഷണി എന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പടർന്ന ഫർണസ് ഓയിൽ കടലിൽ പരക്കാൻ സാധ്യത എന്ന മുന്നറിയിപ്പാണിപ്പോൾ നൽകിയിരിക്കുന്നത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.